നമ്മുടെ ശ്വസന നിയന്ത്രണത്തിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്കാണ് പ്രാണായാമം. അതിൽ അനുലോം വിലോം പ്രാണായാമം നമുക്ക് ഏതവസരത്തിലും ചെറിയ ഒരു സൗകര്യത്തിൽ ഇരുന്നുകൊണ്ട് പോലും ചെയ്യാവുന്ന ഒരു ശ്വസന പ്രക്രിയയാണ്. ഇന്ന് സമൂഹത്തിൽ കാണുന്ന സ്ട്രെസ്, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ വിവിധ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ വളരെ ഫലപ്രദമായി മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടാതെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ്. അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനാസ് പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു പ്രാണായാമം പരിചയപ്പെടാം. യോഗശാസ്ത്രത്തിൽ വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന പ്രാണായാമം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടിയ ഒരു ബ്രീത്തിങ് എക്സസൈസ് എന്ന് നമുക്ക് പറയാവുന്ന പ്രാണായാമമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രാണായാമങ്ങളിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള അനുലോം വിലോം അഥവാ നാഡീശോധൻ പ്രാണായാമം ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മുടെ ശ്വസന നിയന്ത്രണത്തിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്കാണ് പ്രാണായാമം. അതിൽ അനുലോം വിലോം പ്രാണായാമം നമുക്ക് ഏതവസരത്തിലും ചെറിയ ഒരു സൗകര്യത്തിൽ ഇരുന്നുകൊണ്ട് പോലും ചെയ്യാവുന്ന ഒരു ശ്വസന പ്രക്രിയയാണ്. ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമായവർക്ക് വരെയും നമുക്ക് ഈ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് നാഡീശോധൻ പ്രാണായാമം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി വജ്രാസനത്തിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ പൊസിഷനിൽ ഇരിക്കാം. അല്ലെങ്കിൽ സൗകര്യപ്രദമായി ഏത് രീതിയിലും ഇരിക്കാം. നിലത്തിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നും ചെയ്യാവുന്നതാണ്. ഇതിനായി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്, ഇടത് കൈയിലെ തംബ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ നന്നായി ചേർത്ത് വളരെ ജെന്റിലായി ടച്ച് ചെയ്യാം. കൈ മലർത്തി ഇടത് തുടയുടെ മുകളിൽ വയ്ക്കാം. റൈറ്റ് ഹാൻഡ് ഞാൻ കാണിച്ചിരിക്കുന്ന രീതിയിൽ തംബ് ആൻഡ് ലിറ്റിൽ ഫിംഗറിൻ്റെ തൊട്ടടുത്തുള്ള റിംഗ് ഫിംഗർ ഓപ്പൺ ആയ രീതിയിൽ വയ്ക്കാം. ഇത് നമ്മുടെ ഫേസിന് നേരെ പിടിക്കാം. ആദ്യം തമ്പ് ഉപയോഗിച്ച് റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യാം. നന്നായി ശ്വാസം വളരെ സാവധാനം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസത്തെ മാക്സിമം ഹോൾഡ് ചെയ്യാം. മാക്സിമം ഹോൾഡ് ചെയ്തതിന് ശേഷം മറ്റു വിരലുകൾ ഉപയോഗിച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് തമ്പ് ഓപ്പൺ ചെയ്യാം. വളരെ സാവധാനം കൺട്രോൾ ചെയ്തുകൊണ്ട് സമയമെടുത്തുകൊണ്ട് സാവധാനം ശ്വാസം. കൈകൾ മാറ്റാതെ ശ്വാസം പുറത്തേക്ക് വിട്ട അതേ നോസ്ട്രിലൂടെ ശ്വാസം ഉള്ളിലേക്ക്. Maximum hold your breather. Close with the thumb, open the other fingers and slowly breathe out. സമയം എടുത്തുകൊണ്ട് സാവധാനം ശ്വാസം. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു റൗണ്ട് നാഡീശോധൻ പ്രാണായാമമാണ്. ഇത് നിങ്ങൾക്ക് 5 മുതൽ 7 തവണ വരെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട നാഡീശോധൻ പ്രാണായാമം ഇന്ന് സമൂഹത്തിൽ കാണുന്ന സ്ട്രെസ്, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ വിവിധ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ വളരെ ഫലപ്രദമായി മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. നമുക്ക് പുതിയ ഒരു യോഗാസനവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.